നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിനായ കോവാക്സിന് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗ അനുമതി ലഭിക്കുമ്പോൾ കൈയടിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. വാക്സിന് കാര്യമായ വിപരീത ഫലമില്ല. കൂടാതെ 77.8% ഫലപ്രാപ്തിയുണ്ടെന്നും മൂന്നാം ഘട്ട ട്രയൽ ഫലത്തെ അടിസ്ഥാനമാക്കി റിപ്പോർട്ട് പുറത്തുവന്നു കഴിഞ്ഞു. സമ്പൂർണ്ണ പരീക്ഷണ ഫലം ലാൻസെറ്റ് മെഡിക്കൽ ജേണലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗർഭിണികളിലെ സുരക്ഷിതത്വം പരിശോധിക്കാൻ പ്രത്യേക പഠനം നടത്തണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ നിരവധി രാഷ്ട്രങ്ങൾ കോവാക്സിൻ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷം പകർന്നു ഒമാൻ, ബഹ്റൈൻ എന്നീ രാഷ്ട്രങ്ങൾക്ക് പിന്നാലെ UAEയും അംഗീകാരം നൽകിയിരിക്കുകയാണ്. കോവാക്സിൻ അംഗീകരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ UAEയും ഉള്ളതായി ദുബായ് ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ വ്യക്തമാക്കി. അടിയന്തര യാത്രയ്ക്ക് എയർ സുവിധാ അപേക്ഷയിൽ പ്രത്യേക കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിർബനിയാസ് ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനൊപ്പം ഇന്ത്യൻ പവലിയനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാറന്റൈൻ ഒഴിവാക്കിയും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയും ഇന്ത്യ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ലോകാരോഗ്യ സംഘടന അംഗീകരിക്കുന്ന വാക്സിനുകൾ UAEയും അനുവദിക്കുന്നതായി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇന്ത്യയുടെ കോവാക്സിൻ UAEയും അംഗീകരിച്ചു. UAEയിലേക്ക് വരാൻ വിമാനത്താവളങ്ങളിൽ നടത്തുന്ന റാപ്പിഡ് PCR പരിശോധന ഒഴിവാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ സമിതിയുമായി ആലോചിച്ച് നടപടിയെടുക്കാമെന്ന് UAE സമ്മതിച്ചെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കൈക്കൊണ്ട ശക്തമായ നടപടികൾ മൂലം ഇന്ത്യ അതിവേഗം സാധാരണ നിലയിലേക്ക് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദുബായ് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ അമൻപുരിയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രവേശനാനുമതി നൽകിയ മറ്റു രാജ്യങ്ങൾ ഇവയാണ്: ബ്രിട്ടൻ, US, സ്വിറ്റ്സർലാൻഡ്, ഒമാൻ, നേപ്പാൾ, ഇറാൻ, ശ്രീലങ്ക, സിംബാബ്വെ, ഗയാന, പരാഗ്വേ, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ്, മെക്സിക്കോ, മൗറീഷ്യസ്, ഗ്രീസ്, ബഹ്റൈൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.